ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചത് മുളകും മഞ്ഞളും ഉപ്പൊക്കെ തിരുമ്മി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി കിടക്കാൻ നേരം ഞാനതെടുത്ത് താഴെ ഫ്രഷ് റൂമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റത് ഞാൻ മീൻ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നീ നമ്മുടെ ഇവിടെ ഒഴുക എന്നാണ് കേട്ടോ ഈ പറയുന്ന ഈ ഒരു കുഞ്ഞു മീനിന് ഒഴുക എന്ന് പറയും. അപ്പോൾ ഒഴുക വറുത്തതും പിന്നെ കുറച്ച് ചേമ്പ് ചാറ് കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. വൈകുന്നേരം ചായയ്ക്ക് പുഴുങ്ങാനായിട്ട് മേടിച്ച ചേമ്പാണ്. പക്ഷേ ഞാനത് വെറുതെ എടുത്തൊന്ന് തേങ്ങയൊക്കെ അരച്ച് ചാറ് കറി വെച്ച് കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോൾ നിവാങ്കുഞ്ഞിന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനത് ഇന്ന് രാവിലെ ചോറിന് കൊടുത്തു വിടാനായിട്ട് ചേമ്പ് ചാറ് വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ചേമ്പ് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. രാവിലെ ഞാൻ ഫ്രഷായി ക്ലീനിങ് ഒക്കെ അത്യാവശ്യം ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് കറി ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ കറി അങ്ങ് ഉണ്ടാക്കി മാറ്റി വെക്കുവാണ്. കുഞ്ഞിനെ ലഞ്ച് ബോക്സിന് കൊണ്ടുപോകാനുള്ള കറി ഉണ്ടാക്കി മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്തെടുക്കാമല്ലോ. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് പാലും കൂടി ഒന്ന് കാച്ചാനായിട്ട് ഞാൻ സോസ് പാനിൽ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. മഴയൊക്കെ ആയത് കാരണം പാൽ അങ്ങനെ തന്നെ കൊടുത്താൽ ചിലപ്പോൾ അവന് കഫക്കെട്ട് വരുവേ. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ പാൽ കൊടുക്കുന്നത്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത്. ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ദിവസം സാധാരണ വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ. അപ്പം നമുക്ക് സ്കൂളിൽ നിവാങ്കുഞ്ഞിനെ ആക്കാനൊക്കെ ലേറ്റ് ആവും. കാരണം ഞാൻ വീഡിയോ സാധാരണ ഷൂട്ട് ചെയ്യാറില്ല. പിന്നെ എന്തായാലും ഇന്ന് എനിക്ക് വീഡിയോ എന്നൊരു നല്ല ദിവസം പോലെ ഒന്ന് തോന്നി, അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് ഞാൻ നിവാങ്കുഞ്ഞിന് കുറച്ച് ജാം ഒന്ന് തൂത്തിട്ട് ചപ്പാത്തി റോൾ ചെയ്ത് കേട്ടോ സ്കൂളിൽ സ്നാക്സിന് കൊടുത്തു വിട്ടത്. ലഞ്ചിന് വേണ്ടിയിട്ട് ചോറും ചേമ്പ് കറി ഒഴുക വറുത്തതും പിന്നെ ഇന്നലെ രാത്രിയിൽ സോയാബോൾ മസാലയൊക്കെ ഇട്ട് വെച്ച് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ, സോയാബോളല്ല നമ്മുടെ കോളിഫ്ലവർ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി കൊടുത്തു വിടാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ ലഞ്ചിന്. അങ്ങനെ ആ ചേമ്പ് കറി ഞാൻ അരപ്പൊക്കെ ഇട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും കടുക് വറുത്ത് ഒഴിക്കുന്നുണ്ട്. ചുമ്മാ കുറച്ച് സവോള അരിഞ്ഞിട്ട് കടുകൊക്കെ പൊടിച്ചങ്ങ് ഇടുവാണ് കേട്ടോ. കറിവേപ്പിലയൊന്നും ഇല്ലായിരുന്നു. കറിവേപ്പിലയൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയാണ്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ചേമ്പ് കറി കടുക് വറുത്ത് കഴിഞ്ഞു. ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നിവാങ്കുഞ്ഞിന് മാത്രമുള്ള ചപ്പാത്തിയാണ് ചുടുന്നുള്ളത്. 1-2 ചുട്ടെടുക്കുന്നുള്ളൂ. കാരണം ഞാൻ രാവിലെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറിയത്. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കയറിയത് കാരണം നല്ലപോലെ ലേറ്റായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയി നടന്ന് നമ്മുടെ സമയം പോകും കേട്ടോ. അങ്ങനെ ഞാൻ നിവാങ്കുഞ്ഞിനുള്ള ചപ്പാത്തി മാത്രം ചുട്ടെടുത്ത് നിവാങ്കുഞ്ഞിന് ഞാൻ കുറച്ച് ജാം തൂത്തിട്ട് ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തിട്ട് കൊടുത്തു വിടുവാണ് സ്നാക്സിന്. നിവാങ്കുഞ്ഞിൻ്റെ യൂണിഫോമൊക്കെ തേക്കുന്നുണ്ട്. നിവാങ്കുഞ്ഞ് ഇപ്പുറത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ എഴുന്നേൽക്കുന്ന കാരണം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വരും കേട്ടോ. അങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസമാണെങ്കിൽ തന്നെ കഴിച്ചോളും കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കേണ്ടി വരും, അല്ലേ കഴിക്കൂല ആൾ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പിങ്ക് കളറുള്ള കംഫർട്ടർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു മൊസ്കിറ്റോ നെറ്റും അത് കേട്ടോ. ഈ മൊസ്കിറ്റോ നെറ്റ് വാങ്ങിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം റേറ്റും കുറവാണ്. പിന്നെ മഴയൊക്കെ ആയത് കാരണം നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ രാത്രിയാകുമ്പോഴേക്കും. അപ്പോൾ ശരിക്കും നേരം വെളുക്കാറാകുമ്പോഴാണ് നല്ല തണുപ്പ്. അപ്പോൾ മഴയത്തൊക്കെ നമുക്ക് പിള്ളേർക്ക് പുതയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു കംഫർട്ടർ. പിന്നെ ഇത് വാഷ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. ഉള്ളിൽ ഫൈബർ പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. ഇഷ്ടമുള്ളവർ ലിങ്കിൽ കയറി വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. നിവാങ്കുഞ്ഞ് അപ്പുറത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തന്നെ കഴിക്കുന്ന കാരണം ഞാൻ പിന്നെ വാരി കൊടുക്കാൻ പോയില്ല കേട്ടോ. The jam is done. But we have a little problem. There was a mistake. Okay, Sky, lower away. Towel എന്തിയേ? Towel എന്തിയേ? Towel വൈകിട്ട് ബാഗിനകത്ത് വെച്ചോ? എന്നാ ഇറങ്ങി നടന്നേ. മിടുക്ക്. ചക്കരയല്ല ഉമ്മടെ. ചാടി പോകാതെ വെച്ചിട്ട് എന്റെ ബാഗ് അമ്മയുടെ വെച്ചോട്ടാ. ചാടി പോകും.
നിവാങ്കുഞ്ഞിനെ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതാ ഈ ഒരു ചുമന്ന ചെമ്പരത്തി കിട്ടിയിട്ടോ. ഇത് കട്ട ചെമ്പരത്തിയാണ്, നമ്മളുടെ ഹെയർ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തലമുടി കഴുകുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. തലമുടി വളരാനൊക്കെ ഒത്തിരി നല്ലതാണ്. നേരെ പോയി തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു കേട്ടോ. തിരിച്ച് വന്നിട്ട് ഇന്നലത്തെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുക്കിങ്ങും കഴിഞ്ഞു, ക്ലീനിങ്ങൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. പിന്നെ ഞാൻ തുണി അലക്കാനായിട്ട് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് തുണി മടക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ നിവാങ്കുഞ്ഞിനെ കൊണ്ടുവിട്ട് വന്നിട്ടാണ് കേട്ടോ ചപ്പാത്തി ചുട്ട് കഴിച്ചത്. കറി ചേമ്പ് കറി കൂട്ടി കഴിച്ചു കേട്ടോ. കുറച്ചധികം തുണികൾ മടക്കാനുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് നമ്മുടെ കുറച്ച് ഒരു DIY ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഈ ഒരു റൂമിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ടൊരു വോൾ ഷെൽഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഷെൽഫിൽ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ മടക്കി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു പഴയ വോൾ സ്റ്റിക്കർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാർഡ്ബോർഡിൻ്റെ ബോക്സിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ വോൾ സ്റ്റിക്കർ അങ്ങോട്ടിച്ച് കൊടുക്കുവാണേ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ടവൽസ് ഇല്ലേ, അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലത്തെ 2 കാർഡ്ബോർഡ് ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും എടുത്തിട്ട് ഞാൻ ഇതുപോലെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് വോൾ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു വോൾ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതുപോലെ DIY ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, ഇതിന് വലിയ വിലയില്ല. ഈ ഒരു വോൾ സ്റ്റിക്കർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇതുപോലെ വോൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാനായിട്ട് കളറ് ഒരു ഏകദേശം സെയിം വരുന്ന രീതിയിൽ അങ്ങോട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഒരുപാട് നമുക്ക് വൃത്തികേടായിട്ട് തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം കളറൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ വെട്ടിയും എടുത്തൊക്കെ ഓരോരോ പീസുകളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇരുന്ന ഒരു തെർമോക്കോളിൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ DIY ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിച്ചൺ ടവലോ നമ്മുടെ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഇതുപോലെ മടക്കി വെക്കാം കേട്ടോ. ഞാനിപ്പം കിച്ചൺ ടവൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊന്നും ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഞാനതങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തു. വേറൊരു ബോക്സും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാർഡ്ബോർഡല്ല, തെർമോക്കോൾ ഒരു 3-4 പീസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞിത്. അപ്പം ഞാൻ ഏകദേശം ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു ബോക്സും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ബോഡി ലോഷനും പൗഡറിൻ്റെ ടിന്നും സ്പ്രേ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള ബോക്സ് ആണെങ്കിൽ അത് മറിഞ്ഞു പോകാതെ അങ്ങ് ഇരുന്നോളൂല്ലോ. അത് കാരണം കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്നോ മറ്റും കണ്ട ഒരു കൊറിയർ വന്ന ബോക്സാണിത്. അപ്പം അത് ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ബോക്സും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മേശയുടെ മുകളിലായിട്ട് മേശപ്പുറത്ത് കുറച്ച് പേപ്പർ കട്ടിങ്സും അതുപോലെ കുറച്ച് വേസ്റ്റൊക്കെ വന്നു കേട്ടോ. അത് ഞാൻ കൈയോടെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് മേശയൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. നിവാങ്കുഞ്ഞിനും നദാങ്കുഞ്ഞിനും സ്കൂൾ തുറക്കുന്ന സമയപ്പോൾ അമ്മ ലഞ്ച് ബോക്സിൻ്റെ കിറ്റും സ്കൂൾ ബാഗും ഇതുപോലെ പെൻസിൽ പൗച്ചൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നദാങ്കുഞ്ഞ് കഴിഞ്ഞ ദിവസം അവൻ വൈകുന്നേരം സ്കൂൾ വിട്ട് ഇവിടെ ട്യൂഷന് വരും കേട്ടോ. ട്യൂഷന് വന്നപ്പം ഇങ്ങനെ ബോക്സ് മറന്നു വെച്ചിട്ട് പോയതാണ്. അങ്ങനെ നമ്മുടെ 2ാമത്തെ DIY ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാനങ്ങ് മാറ്റി വെച്ചു. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇനി കാണിച്ചു തരാം കേട്ടോ. അതാ ഈ ഒരു ടേബിൾ ലാമ്പാണ്. 400 രൂപയാണ് കേട്ടോ ഈ ഒരു ടേബിൾ ലാമ്പിൻ്റെ റേറ്റ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ക്വാളിറ്റി ഈ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയാണ്. 3 മോഡിൽ നമുക്കിതിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനൊരു ചാർജറും കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടേബിൾ ലാമ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് പെൻ ഹോൾഡറും ഉണ്ട് കേട്ടോ. പെൻ ഹോൾഡറും ഉണ്ട്. നമുക്ക് ഇതുപോലെ വെക്കാം കേട്ടോ ഈ ഒരു ടേബിൾ ലാമ്പിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമുക്ക് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.